കരുതലും സാന്ത്വനവും തണുപ്പും വാക്കുകളും സ്നേഹവും കരുണയും എത്രയെത്രയാണ് നമ്മൾ അനുഭവിച്ചത്. ഗർഭപാത്രം ഉള്ളിലുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പെൺകുഞ്ഞായി ഈ ലോകത്തേക്ക് ജനിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ജീവിതത്തിലെ നിരവധിയായ സംഘർഷങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്ന നമ്മുടെ അമ്മ, നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി ഉള്ളൊരുങ്ങിയ ആ വലിയ ജീവിതത്തെ നമ്മുടെ മനസ്സിലേക്കൊന്ന് ഇങ്ങനെ കൊണ്ടുവന്നു നോക്കും. ഇന്ന് ആ ശരീരമൊക്കെ ഇങ്ങനെ ചുളിഞ്ഞു പോയിട്ടുണ്ടാവും, ചിലപ്പോ ആരോഗ്യമൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും, ശരീരത്തിൽ ചോരയും നീരുമൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. ഇതൊക്കെ എങ്ങോട്ടാണ് പോയത്? അമ്മയുടെ ശരീരത്തിലെ ചോരയും നീരും ഒക്കെ എങ്ങോട്ടാണ് പോയത്? അത് മക്കളിലേക്കാണ് പോയത്. നമുക്ക് ചോരയും നീരും ഒക്കെ നല്ലോണം ഉണ്ട്, അത് അവിടുന്ന് കിട്ടിയതാണ്. ആ അമ്മയോട്, ഉമ്മയോട് ഇന്നോളം നൽകിയ മുഴുവൻ കരുണയ്ക്കും സ്നേഹത്തിനും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥനാപൂർവമുള്ള ഒരു നന്ദി പറയണം. അമ്മേ, നിനക്കെന്റെ നന്ദി. അമ്മേ, നിങ്ങൾക്ക് എന്റെ നന്ദി. അച്ഛൻ, ബാപ്പ, പെട്ടെന്ന് മുറിവുണ്ടാവുമ്പോൾ അത് ഉണക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പഴയ ചെടിയുടെ പേര് അപ്പ എന്നായിരുന്നു. പെട്ടെന്നുണ്ടാകുന്ന മുറിവുകൾക്ക് ഓടിക്കേറാനുള്ള പച്ചമരുന്നിന്റെ കാടിന്റെ പേരാണ് വാപ്പ, അപ്പൻ, അച്ഛൻ. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ഉരുകിയ ആ വലിയ ജീവിതത്തെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരൂ. വീട്ടിലേക്ക് ഇങ്ങനെ ക്ഷീണിച്ച് കയറി വരുമ്പോ, തൊട്ടിലിൽ കിടക്കുന്ന നമ്മളെ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോ, എന്റെ കുട്ടി ഉറങ്ങിയോ എന്ന് ചോദിച്ചു വരുന്ന ആ അച്ഛനെ, പാപ്പയെ മനസ്സിൽ നിന്നിങ്ങനെ ഓർത്തെടുക്കും. ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആ വലിയ ജീവിതത്തിന് നന്ദി പറയും. വാത്സല്യം നൽകിയ സഹോദരങ്ങൾ, അറിവ് നൽകിയ ഗുരുനാഥന്മാർ, നമ്മൾ ആരുമല്ലാതിരുന്നൊരു കാലത്ത് നമ്മുടെ കീശയിൽ ഒരു പൊട്ടിയ പെൻസിലോ പെന്നോ ഒക്കെ മാത്രമുള്ളൊരു സമയത്ത് നമ്മുടെ തോളിൽ കൈയിട്ട നമ്മുടെ ചങ്ങാതിമാർ, കൂടെ പഠിച്ചത്, നമ്മളെ നമ്മളാക്കിയ ആ മുഴുവൻ മനുഷ്യർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നന്ദി പറയൂ. ആദ്യമായി ഈ റിയാദിലേക്ക് വരുമ്പോൾ, റിയാദിലെ എയർപോർട്ടിൽ ഇങ്ങനെ ഇറങ്ങിയ നമ്മൾ അപരിചിതമായ ഈ മണ്ണിലേക്ക് എത്തുമ്പോൾ, അപരിചിതമായ മനുഷ്യരെ കാണുമ്പോൾ, അപരിചിതമായ കാഴ്ചകൾ കാണുമ്പോൾ, ആ എയർപോർട്ടിന്റെ അകത്ത് നിന്ന് അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ആകെയുള്ള ഒരാശ്വാസം, പുറത്ത് നമ്മളെ കാത്തിരുന്നൊരു മനുഷ്യനാണ്. ആദ്യമായി ഈ റിയാദിലേക്ക് വന്നപ്പോൾ എയർപോർട്ടിന്റെ പുറത്ത് നമ്മളെ കാത്തിരുന്നൊരു മനുഷ്യൻ. ആ മനുഷ്യന് മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു നന്ദി പറയൂ. നമുക്ക് ബെഡ് സ്പേസ് നൽകിയ മനുഷ്യൻ, അന്നം നൽകിയ മനുഷ്യൻ, സാന്ത്വനം നൽകിയ മനുഷ്യൻ,
ഓടിയെത്തിയ മനുഷ്യൻ. മനുഷ്യനില്ലാതൊരു ജീവിതം സാധ്യമല്ല. നമ്മളാക്കിയ ആ മുഴുവൻ മനുഷ്യർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥനാപൂർവമുള്ള ഒരു നന്ദി പറയും. ആ മനുഷ്യരൊക്കെ നമ്മുടെ മുന്നിലുള്ളതുപോലെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അവരോട് പുഞ്ചിരിയോടെ ഉള്ളിൻ്റെ എല്ലാ കടപ്പാടുകളോടെയും ഒരു നന്ദി പറയൂ. താങ്ക് യു ഓൾ. മെല്ലെ കണ്ണുകൾ തുറന്ന് തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് ഒന്ന് കൈ കൊടുത്തിട്ട് അയാളോട് താങ്ക് യു എന്ന് പറയാം. മെല്ലെ കണ്ണുകൾ തുറന്ന് തൊട്ടടുത്ത് കാണുന്ന ആൾക്ക് താങ്ക് യു എന്ന് ഭൂമിയിലെ ഏറ്റവും നല്ല വാക്കുകളിൽ ഒരു വാക്ക് പറഞ്ഞിട്ട് നമുക്ക് കണ്ണുകൾ തുറക്കാം. ഞാൻ ഇവിടെ വന്നിട്ട് ഇന്നലെ ഉച്ചക്കാണ് വന്നത്. ഇതുവരെ ഹോട്ടലിലെ ഭക്ഷണം കഴിച്ചിട്ടില്ല, വീടുകളിലെ ഭക്ഷണം കഴിച്ചു. ഞാനിന്ന് രാവിലെ ഒരു വീട്ടിലേക്ക് പോയി, ബഷീർക്കയുടെ വീട്ടിലേക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചായ കുടിച്ചിട്ട് ഞങ്ങൾ 4 ആളുകളാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. നവാൽ, എൻ്റെ ഉമ്മ, ബഷീർ. അപ്പോൾ ഞങ്ങൾ 4 ആളുകൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ തൊണ്ടയ്ക്ക് എന്തോ ഒരു അസ്വസ്ഥത. അപ്പം ഞാനിങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു. ഉടനെ ഒരു ചോദ്യം, ഉടനെ ഒരു ചോദ്യം, ചുക്ക് കാപ്പി വേണം. ഞാൻ ആദ്യം വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചു, ഇവിടെ ഉണ്ടോ ചുക്ക് കാപ്പി? ഉണ്ട്, എനിക്ക് വേണം. ഇങ്ങനെ ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊണ്ടുവന്നു. നല്ല ചൂടും എരിവുമുള്ള ചുക്ക് കാപ്പി കുടിച്ചതോടെ എൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഞാനപ്പോൾ ആലോചിച്ചത് എന്താണെന്നറിയോ, ഞാനൊരു ഹോട്ടലിലാണ് പോയതെങ്കിൽ ഞാൻ അങ്ങനെ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ആ ഹോട്ടലിൻ്റെ മുതലാളി എന്നോട് ചോദിക്കുമോ ചുക്ക് കാപ്പി വേണോ? ചോദിക്കും. എന്തിനാണ് മനുഷ്യന്മാർ ബസ്സിലിരിക്കുമ്പോൾ നമ്മളിങ്ങനെ പനിച്ചു വിറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചുമച്ച് തളരുന്ന സമയത്ത് തൊട്ടടുത്തിരിക്കുന്ന ആൾ ചിലപ്പോൾ ഒന്ന് ചോദിച്ചേക്കാം, എന്താ പറ്റിയെന്ന്. അത്രയേ ഉള്ളൂ അല്ലേ? അതേ നമ്മൾ വീട്ടിലെത്തുമ്പോഴോ ആ ചുമയ്ക്ക് പകരം ചുക്ക് കപ്പിയായി, ചൂടുള്ള വെള്ളമായി, അല്ലേ? തൊണ്ട കഴുകാൻ ഉപ്പിട്ട ചുടുവെള്ളമായി, പുതച്ചു മൂടാൻ കമ്പിളിപ്പുതപ്പായി, വന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ മനുഷ്യന്മാരായി. എന്തിനാണ് മനുഷ്യന്മാർ? ഇതിനാണ് മനുഷ്യന്മാർ. ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. പണ്ടൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാനും ഒറ്റയ്ക്ക് കഴിയാനും ഒക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നു. അതല്ലേ കുറച്ചുകൂടെ നല്ലതെന്നൊക്കെ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാർ വന്നാൽ പോലും റൂമിൽ നിന്ന് പുറത്തിറങ്ങാത്ത അത്രയും അന്തർമുഖനായ ഒരാളായിരുന്നു. ആ നിമിഷങ്ങളിൽ ആലോചിച്ചിട്ടുണ്ട്, സന്യാസം അല്ലെങ്കിൽ സൂഫിസം ഇതൊക്കെ കുറച്ചുകൂടെ കൊള്ളാവുന്ന പരിപാടിയാണല്ലോ എന്നൊക്കെ. പക്ഷെ ഇപ്പൊ ഞാനങ്ങനെ ആലോചിക്കുന്നില്ല. 96 എന്നൊരു മൂവിയില്ലേ, അതില് വിജയ് സേതുപതിയെ ആദ്യമായിട്ട് കാണിക്കുന്ന സമയത്ത് ഒരു പാട്ടുണ്ട്. ആ പാട്ടില് വരി തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? കരയി വന്ന പുറകെ പിടിക്കതു കടലെ, കരയി വന്ന പിറകെ പുരിയതു ഉലകെ. കരയിലേക്ക് എത്തിയപ്പോഴാണ് എനിക്ക് കടൽ എന്താണെന്ന് മനസ്സിലായത്. കരയിലേക്ക് എത്തിയപ്പോഴാണ് എനിക്ക് കടൽ എന്താണെന്ന് മനസ്സിലായത്. നിലവന്ന് വീഴാൻ തുടങ്ങിയപ്പോഴാണ് ജീവിതം എന്താണെന്ന് മനസ്സിലായത്. എൻ്റെ ഉമ്മയും ഉപ്പയും മരണപ്പെട്ടതാണ്. ചെറിയ കാലത്തിൻ്റെ വ്യത്യാസത്തിൽ ഒരു 10 വർഷം മുമ്പ് രണ്ടാളും പോയതാണ്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഒരു കാക്കയും മരിച്ചതാണ്. 26-ാമത്തെ വയസ്സിൽ അവൻ മരിച്ചതാണ്. അപ്പോൾ
അവൻ്റെ പേരാണ് നമ്മുടെ മോനിട്ടിരിക്കുന്നത്. അസലം എന്നാണ് കുട്ടിയുടെ പേര്. മാഷായിരുന്നു, അധ്യാപകനായിരുന്നു. അപ്പൊ എൻ്റെ മോന് അതുപോലെ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ആളും ആക്കാക്കെ കണ്ടിട്ടില്ല, എൻ്റെ ചേട്ടനെ കണ്ടിട്ടില്ല. അപ്പൊ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ആളുകളാണ് പോയത്. ഇപ്പോഴും ആ 3 ആളുകളെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇവരോട് പറയും. ഒരു ഫോട്ടോ കാണുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഓർമ്മകൾ ഇങ്ങനെ വരുമ്പോൾ, അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ ഇവരെ കുറിച്ചൊക്കെ പറയുമല്ലോ. അങ്ങനെ പറയുന്ന സമയത്തൊക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. അല്ലെങ്കിൽ അവരുടെയൊക്കെ ഫോട്ടോ കാണുന്ന സമയത്തൊക്കെ, നമ്മളെവിടെയെങ്കിലും ഇങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ ഫോണിലെ പഴയ ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഈ കാക്കയുടെ ഫോട്ടോ, ഉമ്മയുടെ ഫോട്ടോ, ഉപ്പയുടെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ആ 3 ആളുകളെ കുറിച്ച് എപ്പോഴൊക്കെ പറയുന്നുണ്ട്. അപ്പോഴൊക്കെ 13 വയസ്സുകാരൻ്റെ ഒരു കൈ എൻ്റെ തലയുടെ പിറകിലേക്ക് ഇങ്ങനെ വരും, ഇതിങ്ങനെ തൊട്ട് തലോടും. ഞാനവനോട് പറഞ്ഞില്ല അങ്ങനെ ചെയ്യണമെന്നൊന്നും, പക്ഷെ അവന് മനസ്സിലായി എൻ്റെ ഉള്ളിൽ പൊള്ളുന്നുണ്ട്. ഞാൻ ഓർമ്മയുടെ വെയിലിൽ ഇങ്ങനെ പൊള്ളി നിൽക്കുന്നുണ്ട് എന്ന് ആ 13 വയസ്സുകാരന് മനസ്സിലായി. എന്തിനാണ് നമുക്ക് മനുഷ്യന്മാര് എന്തിനാണ്? നമ്മളെല്ലാം ഓഡിറ്റ് ചെയ്യുന്ന ആളുകളാണ്. നമ്മളെ കമ്പനി ആവട്ടെ, ബിസിനസ് ആവട്ടെ ഒക്കെ ഓഡിറ്റ് ചെയ്യും. അതേപോലെ നമ്മൾ ഓഡിറ്റ് ചെയ്യേണ്ട ഒരു സംഭവമുണ്ട്. അതെന്താണെന്നറിയോ? നമ്മുടെ ബന്ധങ്ങൾ. നമ്മൾ കാരണം നമ്മുടെ ബന്ധങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഓഡിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം നമ്മളൊക്കെ മനുഷ്യന്മാർ, ഇമോഷണൽ മനുഷ്യന്മാർ, ഇമോഷണൽ ജീവികളാണ്. മിക്കവാറും നമ്മുടെ തീരുമാനങ്ങളാവട്ടെ, നമ്മുടെ പ്രതികരണങ്ങളാവട്ടെ ഏതെങ്കിലും ഒരു ഇമോഷന്റെ പുറത്തേക്കും. സ്നേഹത്തിന്റെ പേരിലാവാം, ദേഷ്യത്തിന്റെ പേരിലാവാം, വെറുപ്പിന്റെ പേരിലാവാം, അല്ലേ? പാസിംഗ് ഇമോഷൻസിന്റെ പേരിലാണ് മിക്കവാറും നമ്മുടെ തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുക. ഇമോഷൻസിന്റെ പുറത്താണ് ഉണ്ടാവുക. നിങ്ങൾ തിരുവനന്തപുരം ജില്ലക്കാരനായ കേരളം കണ്ട ഏറ്റവും വലിയ പ്രതിഭകളിൽ ഒരാളാണ് സൂര്യകൃഷ്ണമൂർത്തി. സൂര്യകൃഷ്ണമൂർത്തിയുടെ ഒരു അടിപൊളി പുസ്തകമുണ്ട്. നിങ്ങൾ പുസ്തകം വായിക്കാൻ ഒരു ഇഷ്ടമില്ലാത്ത ആളാണെങ്കിലും പറ്റുമെങ്കിൽ ആ പുസ്തകം എവിടുന്നെങ്കിലും കിട്ടോ എന്ന് അന്വേഷിച്ച് വായിക്കേണ്ട പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ പേര് മുറിവുകൾ എന്നാണ്. മുറിവുകൾ വായിച്ചാലും അങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അസത്യങ്ങളോ കഥകളോ ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ കണ്ടതും അനുഭവിച്ചതായിട്ടുള്ള ഓർമ്മകളുടെ ഒരു ശേഖരമാണ്. അതിൽ അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടതാണോ എന്ന് എനിക്കറിയില്ല. ഒരു ഡൽഹിയിലെ ജോലി ചെയ്തിരുന്ന ഒരാളുടെ സ്റ്റോറി, റിയൽ സ്റ്റോറിയാണ് കേട്ടോ. അങ്ങനെ ഡൽഹിയിൽ ഒരു ചെറിയ ജോലി ചെയ്തിരുന്ന ആൾക്ക് പ്രമോഷൻ കിട്ടി വലിയ ശമ്പളത്തിലേക്ക് എത്തുക. ആ സമയം ആ പ്രമോഷൻ കിട്ടിയതിന്റെ സന്തോഷത്തിൽ ഇദ്ദേഹം ചെയ്യുന്നത് പുതിയൊരു കാറ് വാങ്ങാണ്. അങ്ങനെ പുതിയൊരു കാറ് വാങ്ങി, തിളങ്ങുന്ന ഒരു കാറ് വാങ്ങി വീട്ടിലേക്ക് വന്ന് അദ്ദേഹം ഫാമിലിയോടൊപ്പം ഇങ്ങനെ പുറത്തേക്ക് പോവാണ് കാറിൽ. അങ്ങനെ ഒരു കടപ്പുറത്ത് പോയിട്ട് അവരിങ്ങനെ നിൽക്കുന്ന സമയത്ത്, കാഴ്ചകൾ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മോൻ അതിലൂടെ ഓടിക്കളിക്കുന്നുണ്ട്. ഒരു സമയത്ത് അദ്ദേഹം ആ കാറിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം? മോൻ എന്തോ ഒരു സാധനം കൊണ്ട് കാറിൽ ഇങ്ങനെ കുത്തി വരയ്ക്കുന്നുണ്ട്. എന്തോ ഒരു കമ്പൗണ്ട് ഇങ്ങനെ കുത്തി വരയ്ക്കുന്നുണ്ട്. അദ്ദേഹം മോനെ എന്ന് വിളിച്ചിട്ട് അടുത്തേക്ക് ശരിയാണ്, അത് തടയാൻ വേണ്ടിയിട്ട്, ചെയ്യല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ നോക്കുമ്പോ മനസ്സിലായത് ഒരു കമ്പല്ല, അതൊരു ഇരുമ്പിന്റെ ദണ്ടാണ്, എന്തോ ഒരു ഇരുമ്പിന്റെ ഒരു സംഭവമാണ്. അതുകൊണ്ട് ഈ കുട്ടി കാറിൽ എന്തോ ഇങ്ങനെ വലിയ അക്ഷരത്തിലൊന്നല്ല, എന്തോ ഇങ്ങനെ കുത്തി എഴുതുകയോ വരയ്ക്കുകയോ എന്തോ ചെയ്യാം. ഇദ്ദേഹം അത് കണ്ടതോടുകൂടി നിയന്ത്രിക്കാനാവാത്ത ദേഷ്യത്തിൽ ഈ കുട്ടിയെ ഇങ്ങനെ തള്ളി മാറ്റിയിട്ട് കുട്ടിയെ അടിക്കണം. ആ കമ്പ് തന്നെ കയ്യിലേക്ക് എടുത്തിട്ട് കുട്ടിയെ അടിക്കണം. ആ ഇരുമ്പിന്റെ കമ്പൗണ്ടിനെ അടിച്ചു. ആ അടി, ആ ദേഷ്യത്തിലുണ്ടായ ആ പ്രതികരണമാണ്. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആ ദേഷ്യമൊക്കെ മാറി. പക്ഷെ കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല. വല്ലാത്ത കരച്ചിലാണ്. കൈ ഇങ്ങനെ പതുക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കരയാണ്. അത് തൊടാൻ പോലും കഴിഞ്ഞില്ല. കൈ ഇങ്ങനെ പറക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഏതൊരു വിരലിങ്ങനെ വല്ലാതെ അറ്റു തൂങ്ങിയത് പോലെ ഉണ്ട്. അടിയുടെ ആഘാതത്തിൽ അതിങ്ങനെ വളഞ്ഞിരിക്കുന്നുണ്ട്. അദ്ദേഹം മോനെയും കൊണ്ട് അതേ കാറിൽ തന്നെ ആശുപത്രിയിലേക്ക് പോകാം. പരിശോധനകൾക്കൊക്കെ ശേഷം കുട്ടിക്ക് കാര്യമായ എന്തോ ഒരു പ്രശ്നമുണ്ട് വിരലിന്. അങ്ങനെ
അങ്ങനെ ആ കുട്ടിയെ അവിടെ കുറച്ച് സമയം കിടത്തുകയാണ്. അദ്ദേഹത്തിന് ആ റൂമിലേക്ക് പ്രവേശനം കൊടുത്തില്ല. അദ്ദേഹം ആ വാതിലിലൂടെ ഇങ്ങനെ അകത്തേക്ക് നോക്കുമ്പോൾ കുഞ്ഞ് അച്ഛനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. എനിക്കൊരു കുഴപ്പമില്ലാന്ന് സ്ഥാപിക്കാൻ വേണ്ടി അച്ഛനെ നോക്കിയിട്ട് അച്ഛനെ സാന്ത്വനിപ്പിക്കുന്നതാണ്. ആ അച്ഛനെ നിയന്ത്രിക്കാനാവാതെ കരയാണ്. കാറിന്റെ അടുത്ത് വന്നിട്ട് കരയാണ്. അങ്ങനെ അത് ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ള സങ്കടം കൊണ്ട് കരയാണ്. അപ്പോഴാണ് ആ മോനെ കുത്തിവരച്ച ഭാഗമല്ലേ അവിടെ അദ്ദേഹം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തടവാണ്. മോനെ തടവ കിട്ടാത്തത് കൊണ്ട് ആ എഴുതിയ ഭാഗം ഇങ്ങനെ തടവുക. അപ്പോഴാണ് അദ്ദേഹം ശ്രദ്ധിച്ചത് അതെന്തോ എഴുതിയതാണല്ലോ, എന്തോ അക്ഷരങ്ങളായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായത്. അക്ഷരങ്ങളൊന്നും ശരിക്കും എഴുതാൻ തുടങ്ങിയിട്ടില്ലാത്തൊരു മോനാണ്. നോക്കുമ്പോൾ ശരിക്കും അക്ഷരങ്ങൾ തന്നെയാണ്. അതിങ്ങനെ കൂട്ടി വായിച്ചപ്പോൾ എഴുതിയ വാക്ക് ഇങ്ങനെയാണ്, ഐ ലവ് മൈ പപ്പ എന്നാണ്. അയാളെ കരച്ചില്, അയാൾക്ക് പോലും നിയന്ത്രിക്കാനാവാത്ത സങ്കടത്തിലേക്ക് അത് ഒഴുകിപ്പോയിട്ടുണ്ടാവും. പാസിംഗ് ഇമോഷൻസ് ആൻഡ് പെർമനന്റ് റിലേഷൻഷിപ്പ്, സ്റ്റാറ്റിക് വാല്യൂസ്, ഫ്ലീറ്റിംഗ് ഇമോഷൻസ്. നമ്മുടെ ബന്ധങ്ങളെ ഓഡിറ്റ് ചെയ്യുമ്പോഴേ നമ്മളെ ഇമോഷൻസിന്റെ പുറത്ത് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള അപാകതകൾ ചെയ്തു പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പലരും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യരോട് മാപ്പ് ചോദിക്കണം. ബന്ധങ്ങളുടെ മുന്നിൽ തോറ്റു കൊടുക്കുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല. നമ്മുടെ ഇമോഷൻസിന്റെ പുറത്ത് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ ഓഡിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഡെലെ കാർണഗി എന്ന് പറയുന്ന ഒരു വലിയ എഴുത്തുകാരനുണ്ട്, ഇംഗ്ലീഷിൽ, അമേരിക്കക്കാരനാണ്, വലിയ പ്രചോദക പ്രഭാഷകൻ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹം ഒരു റേഡിയോയിൽ പ്രസംഗം നടത്തുക, റേഡിയോ പ്രഭാഷണം നടത്തുക എബ്രഹാം ലിങ്കനെ കുറിച്ച്. അങ്ങനെ എബ്രഹാം ലിങ്കനെ കുറിച്ച് പ്രസംഗം നടത്തി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു കത്ത് വന്നു. ആ കത്തിൽ കടുത്ത വിമർശനമാണ്. എബ്രഹാം ലിങ്കനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ശരിയായ കാര്യങ്ങളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എബ്രഹാം ലിങ്കന്റെ ഒരു കടുത്ത ആരാധിക അയച്ച കത്താണ്. ഇദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടാണ് കത്ത്. അദ്ദേഹത്തിന് ആ കത്ത് വായിച്ചപ്പോൾ തന്നെ ആകെ അരിശം കയറുക. എന്നെ പോലെ ഒരു വലിയ ആള്, ഇത്രയും ആളുകൾ സെലിബ്രിറ്റി ചെയ്യുന്ന ഒരാളാണ് അന്നേ ആ കാലത്തെ, അത്രയും പ്രചോദക പ്രഭാഷണം കാണുന്ന ആളാണ്. എന്നെ അത്രയും ആളുകൾ സെലിബ്രിറ്റി ചെയ്യുന്ന ഒരാളാണ്, ഇത് എന്നെ വിമർശിക്കുകയോ, എന്നെ വിമർശിക്കാൻ പാടില്ലല്ലോ. അദ്ദേഹം അവിടെ തന്നെ ഇരുന്നിട്ട് അതിനൊരു മറുപടി എഴുതി. അതിനേക്കാൾ രൂക്ഷമായ ഭാഷയിൽ ഒരു മറുപടി എഴുതി. അങ്ങനെ മറുപടി എഴുതി ആ അഡ്രസ്സൊക്കെ നോക്കി ആ അഡ്രസ്സൊക്കെ എഴുതി അത് കവറിലാക്കിയിട്ട് അത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ജോലിക്കാരനെ അദ്ദേഹം വിളിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്ക് ജോലിക്കാരൻ അയാളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്, വൈകുന്നേരമായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം തീരുമാനിക്കണം അന്ന് നാളെ പോസ്റ്റ് ചെയ്യാം, എന്തായാലും പോസ്റ്റ് ചെയ്യും, ഇതിന് മറുപടി പറഞ്ഞിട്ട് നിൽക്കുള്ളൂ എന്നുള്ള ഒരു നിശ്ചയത്തിലാണ്. അങ്ങനെ പിറ്റേ ദിവസം അദ്ദേഹം കത്തെടുത്തിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോലിക്കാരന്റെ കയ്യിലേക്ക് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം ആലോചിക്കുകയാണ്, ഒന്ന് മറിച്ച് നോക്കിയിട്ട് അതൊന്ന് പൊളിച്ചിട്ട് അദ്ദേഹം ആ കത്തൊന്ന് വായിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ കത്ത് വായിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത്രയൊന്നും രൂക്ഷമാകേണ്ട കാര്യങ്ങൾ, ഇത്രയൊന്നും രൂക്ഷമാകേണ്ട. അദ്ദേഹം ആ കത്ത് മാറ്റി എഴുതുകയാണ്. അദ്ദേഹം ആ കത്ത് മാറ്റി എഴുതുമ്പോൾ ആലോചിക്കുന്നത് എന്താണെന്നറിയോ, 12 മണിക്കൂർ കൊണ്ട് ഈ കത്തിന് ഇത്രയും മാറ്റങ്ങളൊന്നുമില്ല, എന്നാൽ ഒരു 12 മണിക്കൂർ കൂടി വെയിറ്റ് ചെയ്യാം, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്ന് നോക്കാം. അങ്ങനെ ഒരു ദിവസം കൂടി ആ കത്ത് അദ്ദേഹം വെച്ചു. പിറ്റേ ദിവസം വീണ്ടും മാറ്റി എഴുതി. അപ്പോഴേക്ക് വാക്കുകളുടെ അരിശം കുറഞ്ഞു. പിറ്റേന്നും 12 പ്രാവശ്യം അത് മാറ്റി എഴുതി എന്നാണ് അദ്ദേഹം പറയുന്നത്. 13ാമത്തെ പ്രാവശ്യം മാറ്റി എഴുതിയ കത്ത് ഒരു സുഹൃത്ത് വേറൊരു സുഹൃത്തിന് എഴുതുന്നത് പോലത്തെ കത്തായി മാറിയിരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാ, ആ പെൺകുട്ടി ഇന്നെന്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ഒരാളാണ്. പാസിംഗ് ഇമോഷൻസ് ആൻഡ് പെർമനന്റ് റിലേഷൻഷിപ്പ്. നമ്മുടെ കാരണം കൊണ്ട് നമ്മുടെ ബന്ധങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിക്ക് പറ്റിയിട്ടുണ്ടോ? മനുഷ്യൻ പോരായ്മകളുടെ ഒരു ശരീരമാണ്. എല്ലാം തികഞ്ഞ മനുഷ്യനെ സ്നേഹിക്കുക എന്നുള്ളത് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെ ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ നിന്ന് കിട്ടൂല.
പോരായ്മകളുടെയും അപൂർണതകളുടെയും ഒരു ശേഖരമാണ് ഏതൊരു മനുഷ്യനും. അങ്ങനെ ഒരു മനുഷ്യനാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഒരു മനുഷ്യനാണ് നമ്മുടെ ജീവിതത്തിലേക്ക് സുഹൃത്തായിട്ടോ, ഇണയായിട്ടോ, മകനായിട്ടോ, അച്ഛനായിട്ടോ, അമ്മയായിട്ടോ, അയൽക്കാരനായിട്ടോ, സഹപ്രവർത്തകനായിട്ടോ ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് പോരായ്മകളുള്ള, അപൂർണതകളുള്ള ഒരു ശരീരം. ശരീരം എന്നൊരു വലിയ ബാധ്യത പേറുന്ന ഒരാത്മാവാണ് നമ്മുടെ കൂടെയുള്ളത്. ശരീരം എന്ന ഒരു വലിയ കടമ്പ കടന്നു പോകുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. ശരീരം എന്നൊരു വലിയ കടമ്പ കടന്നിട്ട് ആത്മാവിനെ എത്ര വിശുദ്ധമായ വഴികളിലേക്കും സഞ്ചരിക്കാൻ കഴിയും. ഈ ശരീരത്തെ കടന്നു പോകണം. ശരീരം നൽകുന്ന പ്രലോഭനങ്ങളെ കടന്നു പോകാൻ, ശരീരം നൽകുന്ന വശീകരണങ്ങളെ കടന്നു പോകാൻ എത്ര മഹാനായ മനുഷ്യനും ചിലപ്പോൾ സാധിച്ചു കൊള്ളണമെന്നില്ല. ബൈബിളിൽ ഒരു സ്റ്റോറി ഉണ്ട്. വലിയൊരു രാജാവിനെ കുറിച്ച് ഒരു പ്രവാചകൻ കാണുന്ന സ്വപ്നം പോലെയുള്ള ഒരു ദർശനം പോലെയുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതെങ്ങനെയാന്ന് വെച്ചാൽ വലിയ രാജാവിനെ കുറിച്ചാണ്, ഒരു പ്രവാചകനാണ് സ്വപ്നം കാണുന്നത്. അതെങ്ങനെയാണ്? ആ രാജാവിന്റെ ഒരു ശില്പം ഉണ്ടാക്കുന്നത്, ശില്പം, രാജാവിന്റെ ശില്പം. പക്ഷെ ആ ശില്പം ഉണ്ടാക്കുന്നത് ഇരുമ്പ് കൊണ്ടാണ്. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഉണ്ടാക്കുന്നത് ഇരുമ്പ് കൊണ്ടാണ്. ഒരു ഭാഗം മാത്രം ഉണ്ടാക്കുന്നത് ഇരുമ്പ് കൊണ്ടല്ല. അതേതാണെന്നറിയോ? കാൽപാദം. ശരിക്കും കാൽപാദമല്ല ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കേണ്ടത്. കാരണം കാൽപാദത്തിലേക്കാണ് എല്ലാ ഭാരവും ചെല്ലുന്നത്. ശരീരത്തിന്റെ മുഴുവൻ ഭാരവും ചെല്ലുന്നത് കാൽപാദത്തിലേക്കല്ലേ. പക്ഷെ അവിടെ വിഗ്രഹം ഉണ്ടാക്കുന്നത് കാൽപാദം മാത്രം ഇരുമ്പ് കൊണ്ടല്ലെന്ന് മാത്രമല്ല, കാൽപാദം ഉണ്ടാക്കുന്നത് കളിമണ്ണ് കൊണ്ടാണ്. ക്ലേ ഫീറ്റ്. കാൽപാദം കളിമണ്ണ് കൊണ്ടും ബാക്കിയുള്ളതൊക്കെ കടുത്ത ലോഹങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഇതെന്താ സംഭവം? ഇത്രയുള്ളൂ. എത്ര വലിയവനായൊരു മനുഷ്യനാണെങ്കിലും, എത്ര മഹാനായൊരു മനുഷ്യനാണെങ്കിലും, എത്ര പ്രസിദ്ധനായൊരു മനുഷ്യനാണെങ്കിലും, എത്ര ഉന്നതനായൊരു മനുഷ്യനാണെങ്കിലും, എത്ര ഭക്തനായൊരു മനുഷ്യനാണെങ്കിലും അയാളുടെ കാൽപാദമില്ലേ കളിമണ്ണാണ്. ചെറിയൊരു പ്രലോഭനത്തിൽ തട്ടുമ്പോഴേക്ക് പൊടിഞ്ഞു പോകുന്ന കാൽപാദമാണ് ഏതൊരു മനുഷ്യനുള്ളത്. ആ മനുഷ്യനാണ് നമ്മുടെ കൂടെ ജീവിക്കുന്നത്. എന്തെല്ലാം പോരായ്മകൾ ഉണ്ടാവും ഒരു മനുഷ്യൻ. ആ പോരായ്മകളോടുകൂടി മനുഷ്യനെ സ്വീകരിക്കാൻ കഴിയുന്നിടത്താണ് ശരിക്കും ഒരാളുടെ വളർച്ച. പോരായ്മകളോടെ ഒരു മനുഷ്യനെ സ്വീകരിക്കാൻ കഴിയുന്നിടത്താണ് ഒരാളുടെ വളർച്ച. നമ്മുടെ ഒരു ഗുരുനാഥനുണ്ട്, അദ്ദേഹം പറഞ്ഞൊരു സംഭവം. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു അച്ഛനും അമ്മയും വരുന്നു. ആ അച്ഛനും അമ്മയ്ക്കും 3 കുട്ടികളുണ്ട്. അതിലെ ചെറിയ കുട്ടി ഒരു സ്പെഷ്യൽ കിഡാണ്. കുറച്ച് പ്രയാസങ്ങളുള്ള, ഓട്ടിസ്റ്റിക് ഒക്കെ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ കിട്ടുന്നതോടെ ഈ അച്ഛനും അമ്മയ്ക്കും പിന്നെ മറ്റേ കുട്ടികളുടെ കാര്യം പോലും ശരിക്കും നോക്കാൻ കഴിയാത്തൊരവസ്ഥ വരിക. എല്ലാ ശ്രദ്ധയും ഈ കുട്ടിക്ക് കൊടുക്കണം, ഇത്രയേറെ സമയം ഈ കുട്ടിക്ക് കൊടുക്കണം. അതിൻ്റെ കുറിച്ച് സങ്കടമൊക്കെ പറയാൻ വേണ്ടിയിട്ട് അവര് മാഷിന്റെ അടുത്ത് എത്തിയതാണ്. മാഷെന്താ പറയാ, എങ്ങനെ അവരെ ആശ്വസിപ്പിക്കാം? സാരല്ല, ശരിയാകുമെന്ന് പറയാൻ കഴിയും? അങ്ങനെ ഒരു ട്രാക്ക് ലോകത്തില്ല. അത് സുഖമായ ഒരു ട്രാക്ക് ലോകത്തില്ല. പിന്നെ അവരോട് എന്താ പറയാ? ഒരു സ്പെഷ്യലായ കുട്ടിയെ കിട്ടിയ ഒരു അച്ഛനോടും അമ്മയോട് എന്താ പറയാ? പക്ഷെ മാഷക്കൊണ്ട് ഈശ്വരൻ പറയിപ്പിച്ചൊരു വാക്കുണ്ട്. അതാണ്, ഈശ്വരൻ പറയിപ്പിച്ചൊരു വാക്കുണ്ട്. മാഷ അവരോട് പറഞ്ഞു, സമീറയും അനസുമാണ് വന്നത്. തൽക്കാലം അവരുടെ പേര് അങ്ങനെ പറയാം, അതൊന്നല്ല അവരുടെ പേര്. അവരാ കുട്ടിയെ വിളിക്കുന്ന പേര് മുത്ത് എന്നാണ്. മുത്ത്. ഈ മുത്തിനെ കുറിച്ചാണ് പറയുന്നത് അച്ഛൻ. നമ്മുടെ ഈ ഗുരുനാഥനില്ലേ മാഷ്, അദ്ദേഹം ഒരു ഫാദറാണ്. ഫാദർ പറഞ്ഞു കൊടുക്കുകയാണ്, പള്ളിയിലെ ഫാദറാണ്. ഫാദർ പറഞ്ഞു കൊടുക്കുകയാണ്, ഈശ്വരൻ നിങ്ങളുടെ മുത്തിനെ ഇങ്ങനെ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇങ്ങനെ ഒരു കുട്ടിയെ സൃഷ്ടിക്കാൻ വേണ്ടി, പഠിച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈശ്വരൻ ഇങ്ങനെ ഉദ്ദേശിക്കുകയാണ്. ഈശ്വരൻ ആ കുട്ടിയോട് അത്രയും സ്നേഹമാണ്. അതുകൊണ്ടാണല്ലോ അങ്ങനെ സൃഷ്ടിക്കുന്നത്, അല്ലേ? എനിക്ക് സ്വർഗത്തിലേക്ക് പോകാൻ, എൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ വിജയത്തിലേക്ക് എത്താൻ എന്തെല്ലാം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം, അല്ലേ?
ഒരു സ്പെഷ്യലായ കുട്ടിക്കോ? ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്നത് അവന് ഗ്രീൻ പാസ്സാണ്. അവൻ്റെ കണ്ണിനെ കുറിച്ചോ കാതിനെ കുറിച്ചോ നാവിനെ കുറിച്ചോ കൈകാലുകളെ കുറിച്ചോ ചെവിയെക്കുറിച്ചോ ഒന്നും അവന് അത് കൊടുത്ത ആളോട് ഉത്തരം പറയേണ്ട കാര്യമില്ല. അപ്പൊ അവനോടാണോ എന്നോടാണോ കൂടുതൽ സ്നേഹം? അവനോടല്ലേ? അതുകൊണ്ടല്ലേ അവൻ സ്പെഷ്യലായത്. ഇവിടെ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ഗസ്റ്റിനെയും പോലെ അല്ല അയാളെന്നല്ലേ. അയാളെ കുറച്ചുകൂടെ സ്പെഷ്യൽ ആണെന്നല്ലേ. സ്പെഷ്യൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെഷ്യൽ കിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് മാഷ് പറഞ്ഞു കൊടുക്കുന്നത്. ഈശ്വരൻ ഇങ്ങനെ ഒരു കുട്ടിയെ സൃഷ്ടിക്കുമ്പോൾ ഈശ്വരന് അത്രയും സ്നേഹമാണ് ഈ കുട്ടിയോട്. എന്നിട്ട് ഈശ്വരൻ ഇങ്ങനെ ഭൂമിയിലേക്ക് നോക്കുക, ഇനി ഇത് ആരെ ഏൽപ്പിക്കും? ഈ കുട്ടിയെ അത്രയും സ്നേഹിക്കുന്ന ഒരു അച്ഛനെയും അമ്മയെയും വേണം. അങ്ങനെ ഈശ്വരൻ ഭൂമിയിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു സമീറയെയും അനസിനെയും കണ്ടത്. ഈശ്വരന് മനസ്സിലായി, എൻ്റെ ഈ കുട്ടിയെ അവരെ ഏൽപ്പിക്കാം. അങ്ങനെ നിങ്ങളെ ഏൽപ്പിച്ചാണ് കേട്ടോ. വേറൊരാൾക്ക് കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളെ ഇതിന് പറ്റുന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളെ ഇതിന് പറ്റുന്നുള്ളതുകൊണ്ടാണ് നിങ്ങളെ ഏൽപ്പിച്ചത് കേട്ടോ എന്ന് മാത്രം പറഞ്ഞു മാഷ്. മാഷിങ്ങനെ പറയാ, അവർ തിരിച്ചു പോകുമ്പോൾ അങ്ങോട്ട് വന്നതുപോലെയല്ല. രണ്ടാളും ആ കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ചോട്ടാ പോകുന്നത്. അന്ന് രാത്രി ആ അമ്മ അച്ഛനും അവരോട് പറഞ്ഞത്രേ, ഭർത്താവിനോട് പറഞ്ഞത്രേ, നമ്മുടെ മുത്തിനെ നമുക്ക് തന്നെ കിട്ടിയത് നന്നായില്ലേ, വേറെ ആർക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും നോക്കൂലല്ലോ. രണ്ടാളും കുറച്ചുകൂടെ ആഴത്തിൽ ആ മുത്തിനെ കെട്ടിപ്പിടിച്ച് അന്ന് കിടന്നുറങ്ങി. സ്പെഷ്യലായിട്ടുള്ളൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലായ കുറച്ച് ശരീര പ്രശ്നങ്ങളും ഹോർമോണിലെ പ്രശ്നങ്ങളുള്ള മനുഷ്യൻ മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള സ്വഭാവ വ്യതിയാനങ്ങളുള്ള ഏതൊരു മനുഷ്യനും സ്പെഷ്യലാണ്. നിങ്ങൾക്ക് അത്ര നല്ലതല്ലാത്ത ഒരു കുട്ടിക്കാലം തന്ന ഒരു അച്ഛനാണോ നിങ്ങൾക്കുള്ളത്? അത്ര നല്ലതല്ലാത്ത